ന്യൂസ് എഡിറ്റർ ചാനലിലേക്ക് എല്ലാവർക്കും എൻ്റെ സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മാതൃഭൂമി പത്രത്തില് 1-ാം തീയതി, അതായത് ജൂൺ 1-ാം തീയതി വന്ന ഒരു വാർത്ത. ലെബനനില് ബ്യൂഫോർട്ട് കാസിൽ പിടിച്ച് ഇസ്രായേൽ. ലെബനില് 900 വർഷം പഴക്കമുള്ള ഒരു കോട്ടയാണ് ബ്യൂഫോർട്ട് എന്ന കാസിൽ. അത് ഇസ്രായേൽ സൈന്യം പിടിച്ചു എന്നാണ് പറയുന്നത്. കാരണം ലെബനന്റെ ഉള്ളോട്ടുള്ള ഒരു നഗരത്തിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ആ കോട്ട ഹിസ്ബുള്ളയെ തകർത്തുകൊണ്ട് ഇസ്രായേല് പിടിച്ചു എന്നാണ് ഈ വാർത്ത. ഞാനിത് വായിച്ചു നോക്കാം. ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലെബനന്റെ കൂടുതൽ ഉള്ളിലേക്ക് ഇസ്രായേൽ സൈന്യം കടന്നുകയറി. തെക്കൻ ലെബനിലെ 900 വർഷം പഴക്കമുള്ള ചരിത്ര പ്രസിദ്ധമായ ബ്യൂഫോർട്ട് കോട്ടയും അത് സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാനമായ കുന്നും പിടിച്ചെടുത്തു. 4 നൂറ്റാണ്ടിന് ശേഷമാണ് ലെബനന്റെ ഇത്ര ഉള്ളിലേക്ക് ഇസ്രായേൽ അധിനിവേശം നടത്തുന്നത്. മധ്യകാലഘട്ടത്തിലെ തന്ത്രപ്രധാന കോട്ട സൈന്യം പിടിച്ചെടുത്ത് പതാക നാട്ടിയെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആണ് അറിയിച്ചത്. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇസ്രായേലിന്റെ വ്യാപനത്തെ പറ്റിയാണ്. കാരണം ലോകത്തില് ഭൂമിശാസ്ത്രപരമായ അതിർത്തി ഇല്ലാത്ത ഒരേ ഒരു രാജ്യമാണ് ഇസ്രായേൽ. ലെബനനിലെ ഹിസ്ബുള്ളയെ തകർക്കാൻ വേണ്ടിയിട്ട് ലെബനൻ മൊത്തത്തിൽ ഇസ്രായേൽ ആക്രമിക്കുന്നുണ്ട്. കാരണം അതിന്റെ ഉള്ളിലേക്കൊക്കെ കയറി പോകുന്നുണ്ട്. ഇപ്പൊ പിന്നെ ഇവരുടെ വ്യാപനത്തിന് വേണ്ടി ഇവർ പലതും ഇപ്പൊ പറയും. കാരണം ഇവർ പറയുന്നത് കുറെ കാലം നമ്മോട് പറഞ്ഞത് അൽ ഖൈദ എന്നുള്ള വലിയൊരു ഭീകര സംഘടന ലോകത്തുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവർ പറഞ്ഞത് ഐസിസ് എന്നുള്ള ഒരു ഭീകര സംഘടന ഉണ്ട്. അതവര് സിറിയ ലവാന്ത് എന്നുള്ള ഒരു വലിയൊരു ഒരു രാഷ്ട്രസങ്കല്പം അവരുണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അതിർത്തി കിടക്കുന്നത് പാകിസ്ഥാന്റെ അടുത്താണ്. അപ്പൊ അങ്ങനെ വലിയൊരു സംഗതിയാണെന്നിട്ട് പറഞ്ഞിട്ട് ഈ മിഡിൽ ഈസ്റ്റിനെയൊക്കെ ഒരു വല്ലാതെ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട്.